ഈ ബാഴ്സ ഫാൻസ് പറയത്തില്ലേ ബാഴ്സ ഇല്ലെങ്കിൽ സ്പെയിൻ ഇല്ല എന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാച്ച് കണ്ടിട്ടുള്ളത് അത് തന്നെയായിരുന്നു. സെർബിയനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്പെയിൻ പരാജയപ്പെടുത്തുമ്പോൾ ആ 3 ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയിട്ടുള്ളത് ബാഴ്സ താരങ്ങളായിരുന്നു. സെർബിയ സ്പെയിൻ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് കയറി നോക്കുക. എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്പെയിൻ്റെ സെർബിയക്കെതിരെയുള്ള ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ, സ്പെയിന് സാധാരണ ഈ ഒരു അവരുടെ നിലവിലെ കോച്ചിന്റെ കീഴിൽ കളിക്കുന്ന ഒരു ഗെയിമുണ്ട്. ആ ഒരു ഗെയിം തന്നെയായിരുന്നു ഈ മാച്ചിലും കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സെയിം ഗെയിം, സെയിം സ്ട്രാറ്റജി. ബോൾ ഹോൾഡ് ചെയ്യുക, മാക്സിമം പാസുകൾ ചെയ്യുക എന്ന ആ ഒരു മെന്റാലിറ്റി അത് എല്ലാ സ്പെയിൻ പ്ലേയേഴ്സിന്റെ ഭാഗത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മാച്ചിൽ 71% ബോൾ പൊസിഷൻ സ്പെയിൻ ഉണ്ടായിരുന്നു. 798 പാസുകളാണ് സ്പെയിൻ താരങ്ങൾ ഈ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 798 പാസ്, ഏതാണ്ട് 800ഓളം പാസുകൾ. എതിർ ടീമിന്റെ ഇരട്ടിക്ക് പാസ്സാണ് സ്പെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെർബിയ എന്ന് പറയുന്ന ടീം ഒരു ചെറിയ ടീമായിട്ട് ഞാൻ കാണുന്നില്ല. അത് അവരൊരു യൂറോപ്പിലെ ഒരു മികച്ച ടീമുകളിലൊന്ന് തന്നെയാണ് സെർബിയ. മികച്ചൊരു സ്ക്വാഡ് ഉണ്ട് അവർക്ക്. സെർബിയയെ സംബന്ധിച്ച് അവർ ഫിസിക്കലി കളിക്കുന്ന ഒരു ടീമാണ്. ഈ മാച്ചിൽ ഇപ്പോൾ സ്പെയിൻ്റെ ഭാഗത്ത് നമ്മൾ കുറെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അത് സംസാരിക്കാം. ആദ്യം നെഗറ്റീവ് ആയിട്ട് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അത് ഡുവൽ വിൻ ചെയ്യുന്ന കാര്യത്തിലാണ്. 1-on-1 വിൻ ചെയ്യുന്ന കാര്യത്തിൽ സ്പെയിൻ ശോകമായിരുന്നു ഈ മാച്ചിൽ. വെറും 44%, അതായത് 56%, പകുതിക്ക് മുകളിൽ ഡുവലും 1-on-1 സിറ്റുവേഷൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സെർബിയയായിരുന്നു. സെർബിയ താരങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റിയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ടെക്നിക്കലി നമുക്കറിയാം സ്പാനിഷ് താരങ്ങൾ എത്രത്തോളം മികച്ചവരാണ് എന്നത് ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി. ബോൾ മാക്സിമം ഹോൾഡ് ചെയ്യുക. ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ വലിയ രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ബോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ട് കളി പോകും തോറും, ഓരോ മിനിറ്റ് കഴിയും തോറും അഗ്രസീവ് ആയിട്ടുള്ള അറ്റാക്കുകൾ, ക്രിയേറ്റിവിറ്റി കൂടി വരുന്ന ഒരു സ്പെയിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സാധാരണ സ്പെയിൻ്റെ ഗെയിം കാണുന്നവർക്കറിയാം, അവരിങ്ങനെ തന്നെയാണ് കളിക്കാറ്. കളി ഒന്ന് പഠിക്കും. ആദ്യം ജസ്റ്റ് ഒന്ന് പാസ്സൊക്കെ ചെയ്തിട്ട് 10-15 പാസ്സൊക്കെ ചെയ്തിട്ട് ഓപ്പണന്റ് ടീമിന്റെ ആ ഒരു വീക്ക്നെസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഗെയിമാണ്. സാധാരണ വിങ്ങി പോയിട്ട് ചുമ്മാ ക്രോസ് അടിക്കുക, അല്ലെങ്കിൽ ലോങ് ബോളുകൾ കൊടുത്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ഗെയിം അല്ല സ്പെയിൻ ചെയ്യുന്നത്. ഈ ഒരു മാച്ചിൽ വിങ്ങിന്നൊക്കെ ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാത്രം ചെയ്തിട്ടില്ല. പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ അവർ സെൻറ്ററിൽ കൂടെ ആയാലും ശരി, വിങ്ങിൽ കൂടെ ആയാലും ശരി ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീമാണ് സ്പെയിൻ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഈ ഒരു മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഒരു ഫ്രണ്ട്ലി മാച്ച് എങ്ങനെ ആയിരിക്കണം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ ഒരു മാച്ച്. കാരണം ഒരു കാർഡ് പോലും രണ്ട് ടീമും കൺസിഡർ ചെയ്തിട്ടില്ല. കാർഡ് കൊടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ചെറിയ നല്ല ഒരു കുറച്ച് റിസ്ക് ആയിട്ടുള്ള യെല്ലോ കാർഡിനൊക്കെ ഉള്ള ഒരു ഫൗളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കാർഡുകളൊന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു വലിയ രീതിയിലുള്ള മോശം ഫൗളുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു മാച്ചിൽ. നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് പല മത്സരങ്ങൾ, പല ഫ്രണ്ട്ലി മാച്ചസിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഈ ഒരു ദിവസം നടന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ടാക്കിളുകൾ, ഭയങ്കര മോശമായിട്ടുള്ള ഫൗളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. 1-2 ഫൗളുകളൊക്കെ കൊണ്ടില്ലെന്ന് പറയുന്നില്ല, എന്നാൽ പോലും അതൊക്കെ വലിയൊരു റിസ്കി ആയിട്ടുള്ള ഭയങ്കര മോശപ്പെട്ട ഒരു ഫൗളുകളൊന്നും അല്ലായിരുന്നു. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രിയുടെ ഗെയിമാണ്. പെഡ്രിയുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്കറിയാം ബാഴ്സയുടെ ഒരു കീ പ്ലെയർ ആണ് പെഡ്രി. ഡീപ്പ് മിഡ്ഫീൽഡർ ആയിട്ടാണ് പെഡ്രിയെ ബാഴ്സ ഉപയോഗിക്കുന്നത്. കാരണം ബാഴ്സയ്ക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഡബിൾ ഇമ്പാക്റ്റ് ആണ് പെഡ്രി ഓരോ മാച്ചിലും ചെയ്യുന്നത്. ഡബിൾ എഫർട്ടാണ് പെഡ്രി ഓരോ മത്സരങ്ങളിൽ ഇടുന്നത്. അതായത് ഡീപ്പ് മിഡായിട്ട് കളിക്കണം, സെന്ററിലോട്ടും വരണം, ക്രിയേറ്റിവിറ്റി ആയിട്ട് കോൺട്രിബ്യൂഷൻസും ചെയ്യണം. പക്ഷെ ഈ മാച്ചിലേക്ക് വരുമ്പോൾ റോഡ്രി അവിടെ ഉണ്ട്. റോഡ്രിയുടെ ആ ഒരു ഡീപ്പ് മിഡ്, ആ ഒരു പിയോട്ട് പൊസിഷനിൽ റോഡ്രി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് പെഡ്രിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെഡ്രിയെ സംബന്ധിച്ച് മിഡ്ഫീൽഡിൽ ആ ഒരു ബോക്സ് ടു ബോക്സ് ആ ഒരു പൊസിഷനിൽ ആ രീതിയിൽ കളിച്ചാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അറ്റാക്കിങ്ങിലേക്ക് ഒരു കണക്ഷൻ മാത്രം പെഡ്രി ചെയ്താൽ മാത്രം മതിയായിരുന്നു. പെഡ്രിയെ സംബന്ധിച്ച്
പെഡ്രിയുടെ വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു ഈ ഒരു മാച്ചിൽ. സാധാരണ ബാഴ്സയെ കാണുമ്പോൾ വർക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തൂക്കി പെഡ്രിയുടെ മേളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, വളരെ കാമായിട്ടാണ് പെഡ്രി ഈ ഒരു മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പെഡ്രി ഈ ഒരു മാച്ചിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് റോഡ്രിയുടെ കാര്യവും. റോഡ്രി അറിയാലോ, ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ട് ഇപ്പോഴാണ് കുറച്ചെങ്കിലും അതേ ഒരു സ്റ്റേബിളായി മാറിയിട്ടുള്ളത്. ഈ ഒരു മാച്ചിൽ റോഡ്രി ആ മിഡ്ഫീൽഡിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് ബോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ആ ഒരു ഇന്റർസെപ്ഷൻസ് ആയാലും ശരി, പൊസിഷനിൽ കറക്റ്റ് ആളുണ്ട്. ആ ഒരു ഡിഫൻഡേഴ്സിന് പാനിക് ആകുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. ആ ഒരു പൊസിഷനിലേക്ക് എപ്പോഴും ഫ്രീ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് റോഡ്രിക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഗോളുകളിലേക്ക് വരാം. ആദ്യത്തെ ഗോള് ഒയസബാൽ നേടുമ്പോൾ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നറിയാൻ വയ്യ. വിങ്ങി കൂടെ വന്നിട്ടുണ്ടായിരുന്ന അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എവിടെ അലജാൻഡ്രോ ബെന, അദ്ദേഹം ഒരു അത്ലറ്റിക് മാഡ്രിഡ് പ്ലെയർ ആണ്. ആളെ സംബന്ധിച്ച് ആ ഒരു വിങ്ങിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഈ മാച്ചിൽ. ആദ്യം ഒരു 2 ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, ബോക്സിന് വെളിയിൽ നിന്ന് ബോക്സിനകത്ത് നിന്ന് കെർവിങ് ആയിട്ടുള്ള അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ഷൂട്ടുകൾ തന്നെയായിരുന്നു. അപ്പോൾ ആ 2 ഷൂട്ടുകൾക്ക് ശേഷമാണ് ഈ ഒരു ഗോൾ വരുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോള് യമാല് നേരെ ബാഴ്സലോണയുടെ മറ്റൊരു പ്ലെയർ ആയിട്ടുള്ള ഫെർമിൻ ലോപ്പസിലേക്ക് നൽകുവാണ്. ഫെർമിൻ ലോപ്പസ് അവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു വിങ്ങിൽ കളിച്ചിട്ടുള്ള അലജാൻഡ്രോ നേരെ കയറി വരുവാണ്, നേരെ ആ ബോക്സിന്റെ സെന്ററിലോട്ട് കയറി വരുന്നു. കയറി വരുന്നതിനൊപ്പം ഒരു വിങ് ബാക്കിനെ വലിച്ചുകൊണ്ട് വരുവാണ്. ആ വിങ് ബാക്ക് ആ ഒരു പ്ലെയറിന്റെ കൂടെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ബോൾ ലീവ് ചെയ്യുമ്പോൾ സെന്റർ ഫോർവേഡ് കളിപ്പിച്ചിട്ടുള്ള ഒയസബാൽ നേരെ ആ വിങ് പൊസിഷനിലോട്ട് കടന്നുകൊണ്ട് ആ ഒരു ഫ്രീ പൊസിഷനിലേക്ക് പോയിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് ഗോളാക്കുകയാണ്. ഒയസബാൽ ഒരു അണ്ടർ റേറ്റഡ് ആണ്. ഞാൻ ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒയസബാൽ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് എന്നത്. ഈ ഒരു ചാനലല്ല, എൻ്റെ അടുത്തൊരു ചാനലിൽ. അപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. ഒയസബാൽ ഒരു അണ്ടർ റേറ്റഡ് ആണ്. ആള് വേറെ ലെവൽ പ്ലെയർ ആണ്. ഏതെങ്കിലും ഒരു വലിയ ടീമിൽ കളിച്ചിരുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ടൈപ്പ് ഒരു സെന്റർ ഫോർവേഡ് ആയിരുന്നു. പക്ഷെ ആള് ചെറിയ ടീമിൽ കളിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ആളെ കുറിച്ച് പറയാത്തത്. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു മൂമെന്റിൽ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്തിട്ട് അങ്ങോട്ട് മാറിയിട്ട് ബോൾ റിസീവ് ചെയ്ത് ഗോളാക്കുകയായിരുന്നു. ഇനി രണ്ടാമത്തെ ഗോള്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഒയസബാലിന്റെ ബോക്സിന്റെ വെളിയിൽ നിന്നുള്ള ഒരു സ്ട്രീമറാണത്. ഇടത് കാലിൽ അങ്ങ് അലക്കി കളഞ്ഞു ആള്. ആ ഒരു ഗോളിന് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് പൗ കുബാർസിയാണ്. അപ്പൊ രണ്ടാമത്തെ ബാഴ്സ പ്ലെയറായി. ആദ്യത്തത് അസിസ്റ്റ് നൽകിയത് ഫെർമിൻ ലോപ്പസ് ആയിരുന്നു. ഇതിന് പൗ കുബാർസി അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ബാഴ്സ അസിസ്റ്റായി. അങ്ങനെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ലാമിൻ യമാലിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, പോസ്റ്റ് ഇടിച്ച് തെറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട പേര് ഒയസബാലിന്റെ തന്നെയാണ്. ഒയസബാലിന് ഈ ഒരു മാച്ചിൽ 8.6 റേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ലാമിൻ യമാലിന്റെ പെർഫോമൻസ് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 7.1 ആയിരുന്നു യമാലിന്റെ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പെഡ്രിയുടെ റേറ്റിംഗ് 7.1 ആണ്. റോഡ്രിയുടെ റേറ്റിംഗ് 7.2 ആണ്. അലജാൻഡ്രോ ബെന 7.2. പിന്നെ ഫെർമിൻ ലോപ്പസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഫെർമിൻ ലോപ്പസിനെ നമുക്ക് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും അതുപോലെ തന്നെ അറ്റാക്കിംഗ് സെന്റർ ഫോർവേഡ് ആയിട്ടും എല്ലാ പൊസിഷനിലും, അറ്റാക്കിംഗ് മിഡായിട്ടും മിഡിലെല്ലാം എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അറ്റാക്കിങ്ങിലെ എല്ലാ പൊസിഷനിലും ഫെർമിൻ ലോപ്പസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. 7.6 ആണ് ഫെർമിൻ ലോപ്പസിന്റെ ഈ മാച്ചിലെ റേറ്റിംഗ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്ലി മാച്ച് തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറെ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ പ്ലേയേഴ്സിനെ ഇട്ട് ടയർഡ് ആക്കണ്ട എന്നൊരു മെന്റാലിറ്റി കോച്ചിൽ നമ്മൾ കണ്ടു. കുറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിരുന്നു. ഓൾമോസ്റ്റ് പകുതി പ്ലേയേഴ്സിനെ 11 കളിച്ചിട്ടുള്ള പകുതി പ്ലേയേഴ്സിനെ അവർ സബ് ചെയ്തിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉനൈ സിമോണിന്റെ പെർഫോമൻസ്. 7.5 റേറ്റിംഗ് ആണ് തരത്തിനുള്ളത്. ഉനൈ സിമോണിന്റെ പുറത്ത് വലിയൊരു പ്രഷറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്പെയിനിന് ഒരു 4 കീപ്പേഴ്സ് വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന കീപ്പേഴ്സാണ്. 4 അല്ല 3 പേര്. അതിൽ 4ാമതാണ് ഈ ഒരു ഉനൈ സിമോൺ ആണ് ഈ സീസണിൽ വളരെ മോശം ഫോമിലുള്ള കീപ്പർ, സ്പാനിഷ് കീപ്പർ. അപ്പൊ അദ്ദേഹത്തിനെയാണ് സാധാരണ സ്പെയിൻ കോച്ച് സ്ഥിരമായിട്ട് ആദ്യ 11 കളിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞാൽ പണി കിട്ടും. അത് നമുക്ക് ഈ ഒരു മാച്ചിൽ 2 സേവുകൾ നടത്തി 7.5 റേറ്റിംഗ് നേടി അദ്ദേഹം ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൻ ഗാർസിയ തകർപ്പൻ ഫോമിലാണ് കളിക്കുന്നത് ബാഴ്സയ്ക്ക് വേണ്ടി.
ഒപ്പം മറ്റേ ആൽഫണലിന്റെ കീപ്പർ, അതുപോലെ ചെൽസിയുടെ കീപ്പർ, ഇവരൊക്കെ വളരെ മികച്ച ഫോമിൽ കളിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ ഒരു ഫോമിൽ ഉള്ളത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഉനയ് സിമോന്റെ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സബ്ബായിട്ട് ഇറങ്ങിയ 2 പ്ലേയേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഒന്ന് ഫെറാൻ ടോറസ്. ഫെറാൻ ടോറസിനെ കുറിച്ച് എന്താ ഞാൻ പറയാ, 7.6 റേറ്റിംഗ് ഉണ്ട്. ആള് ഒരു ബാക്ക് ഹീല് നൽകിയിട്ടാണ് ആ ഒരു 3ാമത്തെ ഗോൾ വരുന്നത്. വിക്ടർ മോനൂഫ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്, വളരെ യങ് പ്ലെയർ ആണ്, 22 വയസ്സോ എന്തോ ഉള്ളൂ വിക്ടർ മോനൂഫിന്. ആളെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ആളൊരു വലിയ ടീമിൽ കളിക്കുന്ന പ്ലെയർ ആണ്, ക്വാളിറ്റി ഉണ്ട്. യങ്സ്റ്റർ ആണ്, ഫ്യൂച്ചറിൽ ഏതെങ്കിലും വലിയ ടീമിൽ കളിക്കും, അതിലൊന്നും സംശയമില്ല. ആള് ടോപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. ആള് ടോപ്പാണെന്ന് വെച്ചാൽ ടോപ്പാണ്. നമ്മൾ ആ ഒരു ഫിനിഷ് തന്നെ കണ്ടാൽ മതി. ആ ഒരു എടുത്തിട്ട് ആ ഒരു ബോളിനെ പ്രോപ്പറായിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫെറാൻ ടോറസിലേക്ക് വരുമ്പോൾ, ഫെറാൻ ടോറസിന്റെ ആ ബാക്ക് ഹീൽ വേറെ ലെവലാണ്. വേറെ ലെവൽ ബാക്ക് ഹീൽ കൊടുത്തിട്ട് ഫെറാൻ ടോറസ് ഈ മാച്ചിൽ ചെയ്തു വെച്ചിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. കീപ്പറിനെ നേരെ ആദ്യം അടിക്കുന്നു, കീപ്പർ സേവ് ചെയ്യുന്നു. രണ്ടാമത് കീപ്പറിന് നേരെ അടിക്കുന്ന ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് ഇറ്റലിയുടെ മാച്ചിന്റെ ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റലിയുടെ ആ ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്ന മോയിസ് കീൻ നടത്തിയിട്ടുള്ള ഒരു ഫിനിഷ് ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആ ഒരു പ്ലെയറിനെ ഫേക്ക് ചെയ്തിട്ട് അവിടെ ആ ഒരു കീപ്പറിനെയും കീപ്പറിന് ഒരു തൊടാൻ പോലും പറ്റാതെ പോസ്റ്റ് തട്ടിയിട്ടാണ് അകത്ത് പോകുന്നത്. അതുപോലത്തെ ഒരു ഫിനിഷ് മോയിസ് കീൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫെറാൻ ടോറസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്, കാമായിട്ട് ആ ഒരു ബോൾ എടുത്തിട്ട് ഫിനിഷ് ചെയ്താൽ മതിയല്ലോ. എന്തിനാണ് ചുമ്മാ കീപ്പറിന് നേരെ തന്നെ അടിക്കുന്നത്? ഈ ഒരു മാച്ചിൽ ഉള്ളത് പറയുകയാണെങ്കിൽ സെർബിയക്കെതിരെ കുറഞ്ഞതൊരു 6 ഗോളെങ്കിലും അടിക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ളതെല്ലാം ഉണ്ട് ഈ മാച്ചിൽ. ഓരോ മിനിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലൊക്കെ എത്ര ചാൻസാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര ഡാനി ഓൾമിന് അവസാനം 80 മിനിറ്റ് എങ്ങോട്ടാകുന്ന സമയത്ത് ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഡാനി ഓൾമിന്, അതും കീപ്പറിന്റെ സേവാണ്. അത് കുഴപ്പമില്ല, നമുക്ക് വിടാം. പക്ഷെ ഈ ഫെറാൻ ടോറസിന്റെ ഇതൊക്കെ ഫസ്റ്റത്തെ ഷൂട്ട് ഓക്കെ, സെക്കൻഡും അതേപോലെ തന്നെ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു ഫേക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കീപ്പർ ഓൾറെഡി അവർ സേവ് ചെയ്തിട്ട് ആ ഒരു മൂവ്മെന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെന്റർ ഫോർവേഡ് ചെയ്യേണ്ട മെയിൻ ഒരു സെന്റർ ഫോർവേഡ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഫെറാൻ ടോറസിന്റെ ഭാഗത്ത് നിന്ന്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ സീസണിൽ ചില സിറ്റുവേഷനിലൊക്കെ ഫെറാൻ ടോറസ് വളരെ നോക്കി കാമായിട്ട് വളരെ കിടിലനായിട്ട് ഫിനിഷ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിലേക്ക് വരുമ്പോൾ അതില്ല. ഈ ഒരു മാച്ചിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും, അതായത് സ്പെയിനു വേണ്ടി ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെല്ലാം മികച്ച പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. സ്പെയിനിന്റെ ഈ ഒരു സെർബിയക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡുവൽ വിൻ ചെയ്യുന്ന കാര്യം വളരെ മോശമാണ്. 44% എന്ന് പറയുമ്പോൾ അത് പകുതിക്ക് താഴെയാണ്. പകുതിക്ക് താഴെ ഡുവൽ വിൻ ചെയ്യുക സെർബിയക്കെതിരെ വലിയൊരു ടീമിനെതിരെ വരുമ്പോൾ അപ്പോൾ ഇതിലും കുറയൂലേ. ഫിസിക്കലി കളിക്കുന്ന ടീമാണ്, ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടി ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പെയിൻ ബാക്കിയെല്ലാം ഓക്കെയാണ്. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീം തന്നെയാണ് സ്പെയിന്. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ലി മാച്ച്, അതായത് ഈ ഒരു പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ ഇടിച്ച് മറച്ച് തൊലച്ച് കളയാതെ വളരെ കാമായിട്ട് കളിച്ച ഒരു നല്ലൊരു ഫ്രണ്ട്ലി മാച്ച് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.